തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇന്ന് ഈ മനോഹരമായ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം ഇങ്ങനെയാണ്: ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈ പ്രാർത്ഥനാ മന്ത്രം ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ ഈശോ എന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ശാന്തമായി നമുക്ക് ഏറ്റുപറയാം: ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം: ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നേരെ ഇരുന്ന് ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നവനാണ്. എൻ്റെ ചിന്തകളെ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തകളെ ഈശോ സ്വർഗീയമാക്കി മാറ്റുന്നു എന്നർത്ഥമുണ്ട്. സ്വർഗീയമായി ചിന്തിക്കാനുള്ളൊരു കൃപ കർത്താവ് എനിക്ക് തരുന്നു. സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ, സ്വർഗീയമായ മനോഭാവങ്ങൾ, മറ്റുള്ളവരെ സ്വർഗീയമായി നോക്കിക്കാണാൻ കൃപ ലഭിക്കുന്നു. ദൈവം കാണുന്നത് പോലെ കാണാനുള്ള ഒരു കൃപ, മറ്റുള്ളവരെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തക്കവിധം ഈശോ എൻ്റെ ചിന്തകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ ദൈവം അവലോകനം ചെയ്യുന്നത് പോലെ അവലോകനം ചെയ്യാനുള്ള ആത്മജ്ഞാനം കർത്താവ് എനിക്ക് തരുന്നു. ഈശോ എൻ്റെ ചിന്തകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ചിന്തകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ ചിന്തകൾക്ക് സ്വർഗീയമായൊരു പരിമളം സിദ്ധിക്കുന്നു. എൻ്റെ ചിന്തകൾ സ്വർഗീയമായ സുഗന്ധമുള്ള ചിന്തകളായി മാറുന്നു. എൻ്റെ ചിന്തകളുടെ കേന്ദ്ര വിഷയം പരിശുദ്ധ ത്രിത്വം വസിക്കുന്ന സ്വർഗഗേഹവുമായി മാറുന്നു.
ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വപ്നങ്ങൾ, സ്വർഗത്തിൽ എനിക്ക് ലഭിക്കാൻ ഇരിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ച്, എൻ്റെ നിത്യതയിലുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. അതിനുള്ളൊരു അഭിഷേകം ലഭിക്കുന്നു. സ്വർഗത്തിൽ നിന്നാണ് എൻ്റെ ജീവൻ ആരംഭിച്ചതെന്നും സ്വർഗത്താലാണ് എൻ്റെ ജീവൻ നിലനിൽക്കുന്നതെന്നും സ്വർഗത്തിലേക്കാണ് എൻ്റെ ജീവിതയാത്രയെന്നും എനിക്ക് ബോധ്യം ലഭിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 10 പ്രാവശ്യം. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 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 എൻ്റെ ചിന്തകളെ മാത്രമല്ല അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്, എൻ്റെ വാക്കുകളെയും ഈശോ സ്വർഗീയമാക്കി മാറ്റുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയുടെ ഇടമാണ് സ്വർഗം. എൻ്റെ ചിന്തകൾ സ്വർഗീയമാകുമ്പോഴാണ് എൻ്റെ ചിന്തകൾ പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. എനിക്ക് ഇൻ്റലക്ച്വൽ ഫ്രീഡം ഉണ്ടാകുന്നത് എൻ്റെ ചിന്തകൾ സ്വർഗീയമാകുമ്പോഴാണ്. എൻ്റെ വാക്കുകൾ സ്വർഗീയമാകണം. എൻ്റെ വാക്കുകൾ ദൈവീകമാകണം. എൻ്റെ വാക്കുകൾ സ്വർഗത്തിൻ്റെ പ്രകാശം പരത്തുന്ന വാക്കുകളാകണം. എൻ്റെ വാക്കുകൾ സ്വർഗീയ ജ്ഞാനം വിളമ്പുന്ന, പഠിപ്പിക്കുന്ന വാക്കുകളാകണം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ സംസാരിച്ചതുപോലെ സംസാരിക്കുന്നവരാകണം. ഈശോ എൻ്റെ അധരത്തെ, എൻ്റെ വാക്കുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. അത് സ്വർഗീയമാക്കി മാറ്റുകയാണ്. ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും അതിന് ഒരു സ്വർഗീയമായ സുഗന്ധമുണ്ടാകണം. ഒരു ഹെവൻലി പെർസ്പെക്റ്റീവ് ഉണ്ടാകണം. ഡിവൈൻ വിസ്ഡം ഉണ്ടാകണം. മനുഷ്യനെ പോലെയല്ല ഞാനൊരു ചർച്ചയിൽ ഏർപ്പെടുന്നത്, ഒരു ലൗകിക മനുഷ്യനെ പോലെയല്ല. ഞാനൊരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് കേവലം ഒരു സാമൂഹിക ജീവി എന്നതുപോലെയല്ല. എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ വിധികൾ, അവയ്ക്ക് സ്വർഗീയമായ പരിവേഷമുണ്ടാകണം. സ്വർഗത്താൽ പൊതിയപ്പെട്ടതാകണം. ഈശോ എൻ്റെ വാക്കുകളെ സ്വർഗീയമാക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ ജീവിതത്തെ ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും സ്വർഗീയമായി മാറും. കരങ്ങൾ ഉയർത്തി വീശി 10 പ്രാവശ്യം പറയാം. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 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 ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു.
ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഒരു രൂപാന്തരീകരണം എന്നിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോരുത്തരിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. ചിന്തകൾ സ്വർഗീയമായി മാറുന്ന രൂപാന്തരീകരണം, തീരുമാനങ്ങൾ സ്വർഗീയമായി മാറുന്ന രൂപാന്തരീകരണം, വാക്കുകൾ സ്വർഗീയമായി മാറുന്ന രൂപാന്തരീകരണം സംഭവിക്കണം. ചിന്തകളും വാക്കുകളും അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തികളും സ്വർഗീയമാകണം. എൻ്റെ ജീവിതത്തെ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ എൻ്റെ പ്രവർത്തികൾ സ്വർഗീയമായി മാറും. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുൻപ് തന്നെ അവൾ ഉടലോടുകൂടെ അവളുടെ മരണശേഷം മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് മുമ്പ് അവളുടെ ജീവിതകാലം, അവൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ച കാലം മുഴുവൻ അവളുടെ പ്രവർത്തികൾ സ്വർഗീയമായിരുന്നു. അവളുടെ ചിന്തകൾ ദൈവീകമായിരുന്നു. അവളുടെ വാക്കുകൾ നിത്യതയെ ലക്ഷ്യം വെച്ചുള്ള, നിത്യതയെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയും ഭൂമിയെ നിത്യതയിലേക്ക് ഉയർത്തുകയും ചെയ്ത വാക്കുകളായിരുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ പ്രവർത്തികൾ, എൻ്റെ കരങ്ങളുടെ ചലനങ്ങൾ, എൻ്റെ പദചലനങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ വ്യവഹാരങ്ങൾ, എൻ്റെ പ്രവർത്തികൾ സ്വർഗീയമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രവർത്തികളെ ഈശോ സ്വർഗീയമായ പ്രവർത്തികളാക്കി മാറ്റുന്നു. ഞാൻ സമയം ചെലവഴിക്കുന്നത് സ്വർഗീയമായൊരു കാഴ്ചപ്പാടോടുകൂടെയാണ് തീരുന്നു. ഞാൻ അടുക്കളയിൽ എൻ്റെ ജോലിയിലേർപ്പെടുമ്പോൾ, ഞാനൊരു കൃഷിയിടത്തിൽ ഒരു ജോലിയിലേർപ്പെടുമ്പോൾ, ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഒരു ജോലിയിലേർപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു ഓഫീസിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ എൻ്റെ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ, ആ പ്രവർത്തികൾക്കെല്ലാം ഒരു സ്വർഗീയമായ തലമുണ്ടാകുന്നു, സ്വർഗീയമായ പരിവേഷമുണ്ടാകുന്നു. എൻ്റെ ഇടപെടലുകൾ സ്വർഗീയമായ ഇടപെടലുകളായി മാറുന്നു. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പ്രവർത്തികൾ സ്വർഗീയമാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ സ്വർഗീയമാണ്. സ്വർഗീയമല്ലാതെ ഭൗമികമായതും ചിലപ്പോൾ നാരകീയമായതുമായ പ്രവർത്തികളിൽ ഏർപ്പെടാൻ പ്രലോഭനങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ. ഈശോ നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോയുടെ പ്രവർത്തികളെല്ലാം സ്വർഗീയമായിരുന്നു. കാരണം അവയെല്ലാം ദൈവഹിത പ്രകാരമുള്ള പ്രവർത്തികളായിരുന്നു. ദൈവഹിത പ്രകാരമുള്ള പ്രവർത്തികളെയാണ് സ്വർഗീയമായ പ്രവർത്തികൾ എന്ന് വിളിക്കുന്നത്. ദൈവഹിത പ്രകാരമുള്ള വാക്കുകളെയാണ് സ്വർഗീയമായ വാക്കുകൾ എന്ന് വിളിക്കുന്നത്. ദൈവഹിത പ്രകാരമുള്ള ചിന്തകളെയാണ്, ദൈവത്തിൻ്റെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളെയാണ് സ്വർഗീയമായ ചിന്തകൾ എന്ന് വിളിക്കുന്നത്. എൻ്റെ എല്ലാ പ്രവൃത്തികളും സ്വർഗീയമായി മാറട്ടെ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ശാന്തതയോടെ പറയാം.
ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 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 ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഞാനൊരു സ്വർഗീയ മനുഷ്യനായി മാറുന്നത് ഭാവനയിൽ കണ്ട് പ്രാർത്ഥിക്കട്ടെ. ഞാനൊരു സ്വർഗീയ മനുഷ്യനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം ഇരട്ടിയായി നിശ്വസിച്ച് ഒരാത്മാഭിഷേകത്തിനു വേണ്ടി ദൈവമക്കള് പ്രാർത്ഥിക്കട്ടെ. കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ, നൽകണമേ. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈശോ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. Hallelujah, hallelujah, la 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 la. Hallelujah, 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 hallelujah. Hallelujah, hallelujah, la 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 la. Hallelujah, 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 la 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 la. ആരാധന കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. Hallelujah, la 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 la. Hallelujah, la 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 la. കരമടിച്ച് സ്തുതിക്കട്ടെ. La 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 la. എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമായി യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ, ശബ്ദത്തിൽ വിളിക്കുന്നു. ഹൃദയം തുറന്ന് വിളിക്കുന്നു. പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു. സർവം സമർപ്പിച്ച് വിളിക്കുന്നു. നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നവന്റെ നാമം വിളിക്കുന്നു. ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിളിക്കുന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട അമ്മയോട് ചേർന്ന് വിളിക്കുന്നു. അമ്മയോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ,
തന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നവളെ, നീ ജീവിച്ചതുപോലെ ജീവിക്കാൻ വരം നൽകണമേ. കരമടിച്ച ഉണ്ണീശോയെ നൽകണമേ, നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ, നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ, നൽകണമേ. പരിശുദ്ധ അമ്മ തന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ നമ്മൾക്ക് നൽകുന്ന ഒരു സമയമാണ്. ഈശോയെ സ്വന്തമാക്കുന്നവരാണ് സ്വർഗത്തെ സ്വന്തമാക്കുന്നത്. ഈശോയെ സ്വന്തമാക്കുക എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. വിളിക്കുന്നു ഹൃദയം തുറന്ന് വിളിക്കുന്നു, മനസ്സുരുക്കി വിളിക്കുന്നു, കർത്താവിൽ ആശ്രയിച്ചു വിളിക്കുന്നു. അമ്മേ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നവളെ, ഞങ്ങൾക്ക് മുൻപേ സ്വർഗത്തിലേക്ക് പോയവളെ, ഈശോ കരമടിച്ച കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി വളർന്നിടുവാൻ. അമ്മേ നിന്റെ മടിയിലിരുന്ന് വചനം കേട്ടു വളർന്നിടുവാൻ. അമ്മേ നിന്നെ പോലെ എന്നും വചനത്തിൽ സൂക്ഷിക്കാൻ. അമ്മേ നിന്റെ മടിയിലിരുന്ന് വചനം കേട്ടു വളർന്നിടുവാൻ. അമ്മേ നിന്നെ പോലെ എന്നും വചനത്തിൽ സൂക്ഷിക്കാൻ. വരമരുളൂ 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 വരമരുളൂ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ, നൽകണമേ. 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 ആരാധന
ഈശോയേ. പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു ഈശോയേ. സർവശക്തിയോടെ വിളിക്കുന്നു ഈശോയേ. കരമടിച്ചോ. നിന്റെ കൂടെ സേവനമെന്നും ചെയ്തിടുവാൻ, നിന്റെ കൂടെ നടന്ന് സേവനമെന്നും ചെയ്തിടുവാൻ, നിന്റെ കൂടെ നടന്ന് സേവനമെന്നും ചെയ്തിടുവാൻ, നിന്റെ കൂടെ നടന്ന് സേവനമെന്നും ചെയ്തിടുവാൻ, അമ്മേ നിന്നെ പോലെ എന്നും ദൈവസ്തുതികൾ പാടിടുവാൻ, നിന്നെ പോലെ എന്നും ദൈവസ്തുതികൾ പാടിടുവാൻ, അമ്മേ നിന്നെ പോലെ എന്നും ദൈവസ്തുതികൾ പാടിടുവാൻ, നിന്നെ പോലെ എന്നും ദൈവസ്തുതികൾ പാടിടുവാൻ. വരമരുളൂ വരമരുളൂ അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. തുള്ളിച്ചാടിപ്പാടാം. നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. ആത്മീയമായ സ്വാതന്ത്ര്യത്തോടെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. ആരാധന 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 കർത്താവേ ആരാധന മിശിഹായേ ആരാധന. ചെന്നിൽ വിളിക്കുന്നു അമ്മേ. കുരിശിന്റെ ചുവട്ടിൽ തളർന്നു വീഴാതെ ധീരതയോടെ നിന്നവളെ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ പോലെ ജീവിക്കാൻ വരം നൽകണമേ. ഈശോയെ പൂർണ്ണ മനസ്സോടെ വിളിക്കട്ടെ. സ്വർഗം തുളച്ചു കയറുന്ന ഒരു അഭിഷേകത്തോടെ വിളിക്കുന്നു. കരമടിച്ച അമ്മേ നിന്നെ പോലെ ക്രൂശിതനേശുവിനൊപ്പം നിന്നിടുവാൻ, നിന്നോടൊപ്പം ക്രൂശിതനേശുവിനൊപ്പം നിന്നിടുവാൻ, അമ്മേ നിന്നോടൊപ്പം ക്രൂശിതനേശുവിനൊപ്പം നിന്നിടുവാൻ, നിന്നോടൊപ്പം ക്രൂശിതനേശുവിനൊപ്പം നിന്നിടുവാൻ, അമ്മേ നിന്നെ പോലെ ഉദ്ധിതനേശുവിനെ പോൽ ജീവിക്കാൻ, അമ്മേ നിന്നെ പോലെ ഉദ്ധിതനേശുവിനെ പോൽ ജീവിക്കാൻ, അമ്മേ നിന്നെ പോലെ ഉദ്ധിതനേശുവിനെ പോൽ ജീവിക്കാൻ, അമ്മേ നിന്നെ പോലെ ഉദ്ധിതനേശുവിനെ പോൽ ജീവിക്കാൻ. വരമരുളൂ 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 വരമരുളൂ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഉണ്ണീശോയെ നൽകണമേ നൽകണമേ. അമ്മേ നിന്റെ കയ്യിലിരിക്കും ഭയം മറന്ന് കുതിച്ചുചാൽ എല്ലാം വിട്ടുകൊണ്ട് ആരും ആരും ശ്രദ്ധിക്കണ്ട. ചന്ദ്രങ്ങൾ കഴിയട്ടെ, ശക്തികൾ വർഷട്ടെ, അഭിഷേകം ഒഴുകി വരട്ടെ.
സ്വർഗം തുറക്കപ്പെടട്ടെ. കുതിച്ചു ചാടി പ്രേമത്തോട് ആരും ആരെ കുറിച്ച് ചിന്തിക്കണം, ആരും ആരെയും നോക്കുന്നുണ്ട്. തളരാതെ, കാൽമുട്ടുകൾ തളരാതെ, കരങ്ങൾ തളരാതെ, എല്ലാം മറന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലാണ് കുതിച്ചു ചാടുന്നതെന്ന് നാളിൽ നിറഞ്ഞ് അമ്മേ ബന്ധനങ്ങൾ ഒഴികണം, സാരിവിടെ നൽകണമേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന every evil power to go away from the children of God in the name of Jesus. യേശുനാമത്തിൽ പൈശാചിക പീഡകൾ, യേശുനാമത്തിൽ അന്ധകാര ശക്തികൾ, യേശുനാമത്തിൽ തിന്മയുടെ അരൂപികൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Command every evil power to go away from the children of God in the name of Jesus. ഹല്ലേലൂയ. യേശുനാമത്തിൽ വിടുതലുണ്ട്, യേശുനാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ അഭിഷേകം വർദ്ധിക്കട്ടെ. ശക്തിയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, ഹല്ലേലൂയ. യേശുനാമത്തിൽ സ്നേഹത്തിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയമായ കണ്ണുകളോടുകൂടെ കാണാൻ, സ്വർഗീയമായ കാതുകളോടുകൂടെ കേൾക്കാൻ, സ്വർഗീയമായ അതരത്തോടുകൂടെ സംസാരിക്കാൻ, സ്വർഗീയമായ അതരത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ സ്വർഗീയമായ ഹൃദയത്തോടുകൂടെ വിലയിരുത്താൻ ഹല്ലേലൂയ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഹൃദാരോഗ്യയായ അമ്മേ, ഹല്ലേലൂയ അമലോത്ഭവയായ അമ്മേ, ഹല്ലേലൂയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി വെടിതെറിപ്പിക്കപ്പെട്ട അമ്മേ, എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഇന്ന് യാവിലായിലെ ഈ പുണ്യഭൂമിയിൽ, ഈ തിരുനടയിൽ വന്നു നിൽക്കാൻ കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. ബന്ധിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളുള്ള സവിശേഷമായി സ്വർഗം തിരഞ്ഞെടുത്ത ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം സ്നേഹം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട്, പരസ്നേഹം കൊണ്ട് അഭിഷേകം പ്രാപിക്കുന്നത് ആത്മാവിൽ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർമ്മലനാഥയുടെയും ആവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും പ്രത്യേകമായ മാധ്യസ്ഥം ലഭിക്കുവാൻ കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ പുണ്യഭൂമിയിൽ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും കർത്താവ് തന്റെ വചനം സ്ഥിരീകരിക്കുന്ന ഈ ആലയത്തിൽ, ഈ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ആയിരങ്ങൾ ഒരുമിച്ച് ആരാധിക്കാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് എന്നെ ഇന്ന് വിളിച്ചു ചേർത്തതിന് നന്ദിയോടുകൂടെ, ഹൃദയം നിറയുന്ന നന്ദിയോടുകൂടെ, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ നിന്ന് 7 നിയോഗങ്ങൾ ഇപ്പോൾ പ്രത്യേകമായി സമർപ്പിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. നിന്നെ കേൾക്കാൻ കഴിവുള്ളവന്റെ തിരുസന്നിധിയിൽ, നിന്നെ കേൾക്കാൻ താല്പര്യമുള്ളവന്റെ തിരുസന്നിധിയിൽ, നിന്നെ കാണുന്നവന്റെ സന്നിധിയിൽ, നിന്നെ കരുണയോടെ നോക്കുന്നവന്റെ തിരുസന്നിധിയിൽ, നിന്നെ കരുതുന്ന ഹൃദയമുള്ള തിരുസന്നിധിയിൽ, നിനക്ക് വേണ്ടി ഹൃദയം കുത്തി തുറക്കുന്നവന്റെ തിരുസന്നിധിയിൽ നിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ.
നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവന്റെ തിരുസന്നിധിയിൽ നിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവിനെ നീ ഓർക്കുന്ന ഈ ദിവസം കർത്താവ് നിന്നെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കും. അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരും. കൊടുങ്കാറ്റിൽ അവൻ നിനക്ക് ചുറ്റും കോട്ടയായി നിൽക്കും. പർവ്വതങ്ങൾ പിഴുതെറിയപ്പെട്ട് കടലിൽ ചെന്ന് പതിച്ചാലും നിന്നെ ഒരു തിന്മയും സമീപിക്കുകയില്ല. നിന്റെ കൂടാരത്തെ ഒരനർത്ഥവും തീണ്ടുകയില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയാക്കി മാറ്റുന്നവൻ നിന്റെ ഐശ്വര്യം പുനർസ്ഥാപിക്കും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസയിലേക്ക് അവിടുന്ന് നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടുവരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവമകനെന്ന ദൈവമകളെന്ന ആ കുടുംബത്തിലെ സ്ഥാനം അവിടുന്ന് നിനക്ക് തിരികെ തരും. ഒരു പുതിയ ചൈതന്യം അവിടുന്ന് നിന്നിൽ നിക്ഷേപിക്കും. നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി നിനക്കവിടുന്ന് മാംസളമായ ഹൃദയം തരും. അനുതാപമുള്ള ഹൃദയം തരും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഹൃദയം തരും. നിന്റെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ ഇന്ന് മോചിപ്പിച്ച് ആന്തരികമായൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. പാപത്തിന് അടിമപ്പെട്ട് കഴിയുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ മോചിപ്പിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം അവിടുന്ന് നിനക്ക് പ്രദാനം ചെയ്യും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നിന്റെ നിയോഗങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ, നിന്റെ പ്രതീക്ഷകളെ, നിന്റെ ആത്മീയമായ സ്വപ്നങ്ങളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നിന്റെ നാടിനു വേണ്ടിയൊക്കെയുള്ള നിന്റെ പ്രാർത്ഥനകൾ, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനകൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനകൾ എല്ലാം സ്വർഗത്തിലേക്ക് ഇപ്പോൾ ഉയരട്ടെ.